വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കമലനും അമ്മയും ചേച്ചിയും ശാലിനിയും വിഷ്ണുവും ഒക്കെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ശാലിനിയുടെ കഥകളും പ്രേമിച്ച് നടന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിയാമെന്നൊക്കെ പറയുമ്പോൾ കോഴിക്കറിയുടെ കഥ വരെ ശാലിനി തിരിച്ചു പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെയൊക്കെ അകത്തേക്ക് വിളിക്കുകയാണ്. അകത്തേക്ക് ഇരുന്ന ശേഷം എന്താ വേണ്ടത്, കുടിക്കാൻ ചായയോ കാപ്പിയോ ജ്യൂസ് എന്നൊക്കെ അങ്ങ് കമലൻ ചോദിക്കുകയാണ്. അന്നേരവും വിജിലെ അങ്ങ് കടിച്ചു പിടിക്കുകയാണ്. അവിടെയാണെങ്കിലും ഒന്നും ഇല്ലല്ലോ. പക്ഷേ വിഷ്ണു ശാലിനി ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, കുഞ്ഞിന് ഉറങ്ങാനുള്ള സമയമായി, ഒരു തൊട്ടിൽ കെട്ടണം, അവൾക്കല്പം തിളപ്പിച്ചാറ്റിയ പാല് വേണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് കമലൻ പറയുന്നുണ്ട്. പക്ഷേ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കമലൻ്റെ മുഖം അങ്ങ് വാടുകയാണ്. അതേസമയം നമുക്കെങ്കിൽ പിന്നെ ഓരോ ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ച് തുടങ്ങാമെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് തൊട്ടിൽ കെട്ടാമെന്നും പറഞ്ഞ് കമല ഒരു മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് മുതൽ ആ മുറി നിങ്ങൾ എടുത്തോന്ന് പറയുകയാണ്. അന്നേരം അമ്മയൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ആകെ ദേഷ്യത്തിൽ വിജില നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ സാഹചര്യം കൊണ്ടാണ് വിജില അങ്ങനെ പെരുമാറുന്നത്. അതേസമയം ശാലിനിയും കൊണ്ട് അമ്മ അങ്ങ് പോകുമ്പോൾ എൻ്റെ അനിയനൊന്നിങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വിജില വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം വിഷ്ണുവിന് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് കമലൻ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. എന്താടി ചേച്ചി എന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം എന്താണ് നിന്റെ ഉദ്ദേശം, ഇവരെയും വിളിച്ചുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നോ, എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നീ ഇത്ര കിടന്ന് ബഹളം ഉണ്ടാക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത്യാമ്മയുടെ വീട്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ സംഭവം പറയുകയാണ്. അപ്പോൾ അന്നേരം ഇതെല്ലാം കേട്ട ശേഷം വിജില് പറയുകയാണ്, അപ്പോൾ കുഞ്ഞിന് തൊട്ടിൽ കെട്ടാനുള്ള തുണി വരെ നമ്മൾ കൊടുക്കണമല്ലേ എന്ന്. അന്നേരം അതേന്ന് പറയുകയാണ്. തുടർന്ന് അവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കണ്ടേ, അരി വാങ്ങാനായിട്ട് ഞാൻ തന്ന കാശ് എവിടെയും ചോദിക്കുകയാണ്. അന്നേരം കമലം പേഴ്സിൽ നിന്നും 10 രൂപ എടുക്കുകയാണ്. അന്നേരം 100 രൂപ ചെറുതായി പോയി എന്ന് പറയുമ്പോഴും അതെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ വന്ന ഓട്ടോ കാശ് കൊടുത്തു എന്ന് പറയുമ്പോൾ തികഞ്ഞു, തൃപ്തിയായി. ഇവിടെ തട്ടിമ്പുറത്ത് കിടന്ന ആക്രി പെറുക്കി വിറ്റതാണ്, അവർക്ക് ചോറെങ്കിലും കൊടുക്കണ്ടേ, ഇനി എന്ത് ചെയ്യും, പണ്ട് നിന്നെ പോലെ 2 കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥ പറയുകയാണ്. അതേപോലെ നീ കൃഷ്ണനെ കാണാൻ ചെന്നിട്ട് തിരികെ വീട്ടിലെത്തുമ്പോൾ ഇതേപോലെ കുചേലന് സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കമലം പറയണം, പതുക്കെ പറയടി എന്നൊക്കെ വിജിലയോട് പറയുന്നുണ്ട്. അന്നേരം അതല്ല, രാജാവ് ഇപ്പോൾ പട്ടമഹിഷിയെയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത് എന്നൊക്കെ കമലനും എന്തിനാണ് വിജിലയും തമ്മിലങ്ങ് സംസാരിക്കുകയാണ്. ഇതേസമയം ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് വിഷ്ണു. തുടർന്ന് കമലം പറയുന്നുണ്ട്, ഇപ്പോൾ വിജില ചോദിക്കുകയാണ്, തൽക്കാലത്തേക്ക് നീ ഒരു നായ അരിയെങ്കിലും കൊണ്ടുപോകും, അവർക്ക് ചോറ് കൊടുക്കണ്ടേന്ന്. അന്നേരം നീ അപ്പുറത്തെ മോള് ചേച്ചിയോട് ചോദിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അവർ നമ്മളെ സഹായിച്ച് കുത്തുവാളെടുത്തിരിക്കുകയാണ്, മിക്കവാറും അവർ സ്ഥലം വിറ്റു പോകുമെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനി അടുക്കളയിലേക്ക് വരുന്നത്. എന്താ അനിയനും ചേച്ചിയും തമ്മിൽ എന്തോ അന്താരാഷ്ട്ര സംസാരമാണല്ലോ എന്നും പറഞ്ഞാണ് ശാലിനി വരുന്നത്. ഇവൾക്ക് GK നോളജൊക്കെ ജനറൽ നോളജൊക്കെ കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമലിനങ്ങ് വിഷയം മാറ്റുകയാണ്. അന്നേരം അത് സമ്മതിച്ച് വിജിലയും നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, അതെ നിങ്ങൾ 2 പേരെയും വിഷ്ണുവേട്ടൻ വിളിക്കുന്നുണ്ട്. അന്നേരം വരുന്നു എന്നും പറഞ്ഞ് അവർ ശാലിനിയുടെ കൂടെ പോവുകയാണ്. ഇതേസമയം അമ്മയോട് വിഷ്ണു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമലൻ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ, ഇനി കുറച്ച് കാലത്തേക്ക് നമ്മളിവിടെ ഉണ്ടാകുമെന്ന്. അന്നേരം അതിനെന്താ മോനെ, സന്തോഷമല്ലേ എന്ന് അമ്മ തിരിച്ച് മറുപടി പറയുകയാണ്. അന്നേരവും വിഷ്ണുവിൻ്റെ മുഖത്ത് ആ സങ്കടഭാവം നെളിച്ചങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം, ശാരദാമ്മ ഇറക്കണം, കുഞ്ഞിനെ വിജിലെ ഏൽപ്പിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്, എന്താ നോക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനെന്താ വിഷ്ണു, ഞാൻ നോക്കിക്കോളാം എന്ന് ഇങ്ങനെ വിജില പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു എഴുന്നേൽക്കുമ്പോൾ കമലിനാണെങ്കിൽ വിഷ്ണുവിൻ്റെ കാലിലേക്ക് നോക്കുകയാണ്. വിഷ്ണു നേരം ചെരുപ്പില്ലല്ലോ. തുടർന്ന് അച്ഛനെ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വെളിയിൽ കിടക്കുന്ന കമലൻ തൻ്റെ ചെരുപ്പ് കൊണ്ടുവന്ന് വിഷ്ണുവിനെ അവിടെ തറയിട്ട് കൊടുക്കുകയാണ്. അച്ഛൻ ഇത് പാകമാകുമോ എന്ന് നോക്കിക്കേന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിക്കും ചെരുപ്പില്ലല്ലോ, അന്നേരം ഇയാൾക്ക് ചെരുപ്പില്ലാതെ എനിക്ക് വേണ്ടാന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഏട്ടത്തിയമ്മയ്ക്ക് ചെരുപ്പല്ലേ, ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് കമലൻ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം വിജില അങ്ങ് വെപ്രാളപ്പെടുന്നുണ്ട്, തൻ്റെ ചെരുപ്പായിരിക്കും എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. തുടർന്ന് ഇന്ദുമതി വിജിലയുടെ കമലൻ്റെ അമ്മ സത്യാമ്മയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്തത് മോശമായി പോയി എന്നൊക്കെ. അന്നേരം സുസ്മിതയുടെ നിയന്ത്രണത്തിലാണ്, പ്രീതയ്ക്ക് ആക്സിഡൻ്റ് ആയാൽ പിന്നെ ചതിച്ചതാണ് എന്നൊക്കെ തിരികെ ശാലിനിയും മറുപടി പറയുകയാണ്. അതേസമയം അകത്തേക്ക് പോയ കമലനാണെങ്കിൽ പുതിയ കവർ പൊട്ടിക്കാത്ത ചെരുപ്പുമായിട്ട് തിരികെ വരികയാണ്. അത് വിജിലയുടെ തന്നെയായിരുന്നു. വിജില അങ്ങ് ടെൻഷൻ അഭിപ്രായം
കാണിക്കുന്നുണ്ട്. തൻ്റെ ചെരുപ്പ് കൊടുക്കുന്നതിൽ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. അന്നേരം പുതിയ ചെരുപ്പാണ് എന്ന് പറഞ്ഞിട്ട് തറയിലിട്ട് കൊടുക്കുകയാണ്. ഏട്ടത്തിയമ്മ ഇട്ടേന്നും പറഞ്ഞു. അന്നേരം ഇത് എവിടെ നിന്ന് സംഘടിപ്പിച്ചു, ഇത്രയും പുതിയ ചെരുപ്പ് എവിടെ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ സത്യം പറയുന്നതൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം ഇത് ഞാൻ വിജിലയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷെ കൊണ്ടുവന്നപ്പോൾ അവരുടെ കാലിന് പാകമല്ല, തിരിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു, അല്ലേടി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ വിജിലങ്ങ് ഒരുവിധം തലവലിക്ക് സമ്മതിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്കും വിജിലയുടെ വിഷമം മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ശാലിനി ആ ചെരുപ്പ് ഇടാതെ വിഷ്ണുവിനെ നോക്കുമ്പോൾ ഇട്ടോളാൻ പറയുകയാണ്. തുടർന്ന് ശാലിനി ആ ചെരുപ്പിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ആശാൻ ചെരുപ്പിട്ടില്ലല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം നിൻ്റെ ചെരുപ്പ് എനിക്ക് പാകമാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അമ്മയോടും വിജിലയോടുമായിട്ട് പറയുകയാണ്. പണ്ട് ഇവന് ചെരുപ്പിടാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു, ഞാൻ എൻ്റെ ചെരുപ്പ് ഇവന് കൊടുക്കുമായിരുന്നു. എന്നിട്ട് അമ്മയോട് പോയി പറയും ചെരുപ്പ് കളഞ്ഞു പോയി എന്ന്. അമ്മയാണെങ്കിൽ പുതുപുത്തൻ ചെരുപ്പ് മേടിച്ച് തരുമല്ലോ. പിന്നീട് കളഞ്ഞു പോകുന്ന സംഭവം പതിവായപ്പോൾ അമ്മ അന്വേഷിച്ചു തുടങ്ങി. പിന്നെ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് വാങ്ങുമ്പോൾ കമലനും ഓരോ ജോഡി ചെരുപ്പ് വാങ്ങും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അത് കേൾക്കുമ്പോൾ കമലിനൊക്കെ കണ്ണ് നിറയുകയാണ്. അന്നേരം ഇന്ദുമതിയമ്മ പറയുന്നുണ്ട്, കമലിന് മാത്രമല്ല വിജിലയ്ക്കും വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്, സത്യമ്മ ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു ചെരുപ്പിട്ട ശേഷം ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ കമലൻ ഞാനും കൂടി വരണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം ഒരു ഓട്ടോ പിടിച്ച് തരട്ടെ എന്നിങ്ങനെ കമലൻ ചോദിക്കുകയാണ്. അന്നേരം വിജില ഇങ്ങനെ രൂക്ഷമായിട്ട് കമലിനെ നോക്കുകയാണ്. അന്നേരം വേണ്ട, ജംഗ്ഷൻ വരെ പോയാൽ ഓട്ടോ കിട്ടുമല്ലോ, നീയും കൂടി നടക്കണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. അന്നേരം ശാലിനി കുഞ്ഞിനെ നോക്കിക്കോളണേ എന്നിങ്ങനെ ഒന്നുകൂടി വിജിലയോട് പറയുമ്പോൾ അതെന്താ മോളെ പ്രത്യേകിച്ച് പറയുന്നത്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അമ്മയും സമ്മതിക്കുകയാണ്. തുടർന്ന് അവരങ്ങ് പോകുമ്പോൾ അമ്മ പറയുന്നുണ്ട്, രാജകുമാരനെ പോലെ കഴിഞ്ഞിരുന്ന ചെക്കനാണ്, ദേ ഇപ്പോൾ കാലിടാൻ ഒരു ചെരുപ്പ് പോലും ഇല്ല എന്ന്. അന്നേരം വിജില അത്രയും നേരം അടക്കി വെച്ചിരുന്ന ദേഷ്യം അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. എന്നും പറഞ്ഞ് ഞാൻ ഉണ്ണിമായുടെ കല്യാണത്തിന് പോകാനായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന ചെരുപ്പാണ്, പലരുടെ കയ്യിൽ നിന്നും വിഷുവിന് കൈനീട്ടമായി കിട്ടിയതൊക്കെ കൂട്ടി വെച്ച് വാങ്ങിച്ചതാണ് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അത് 23-ാം തീയതി അല്ലേ, ഞാൻ നിനക്ക് വേറെ വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് കമലം പറയുന്നുണ്ട്. ഓ പിന്നെ നീ ഇവിടെ ഉള്ളത് കൊണ്ടുപോയി വിൽക്കുകയും പണയം വയ്ക്കുകയും ചെയ്യുക, അല്ലാതെ എനിക്ക് തലയിലിടാനായിട്ട് ഒരു ക്ലിപ്പെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ എന്നിങ്ങനെ ദേഷ്യത്തോടെ വിജില ചോദിക്കുമ്പോൾ കമലന് ഉത്തരമില്ല. അന്നേരവും വിജില അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം കുഞ്ഞ് ഉണർന്ന് കരയുന്നുണ്ട്. അന്നേരം അമ്മ പറയുകയാണ്, ദേ കുഞ്ഞുണർന്നു എന്ന്. അന്നേരം എടുത്ത് തോട്ടിക്കളയുമെന്ന്, ആ കുഞ്ഞിനെടുത്ത് അങ്ങ് തോട്ടിക്കളയെന്ന് പറഞ്ഞിട്ട് വിജില ദേഷ്യപ്പെട്ട് അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇന്ദുമതി അമ്മ പോകുന്നുണ്ട്. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കമലൻ. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ ശാരദാമ്മ കാണുക തന്നെ വേറൊരു കള്ളനെ കൊണ്ടുവരികയാണ് പോലീസുകാർ. എന്നിട്ട് കരിക്ക് മോഷ്ടിച്ച കള്ളനായിരുന്നു. അന്നേരം അവൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന കരിക്കിൽ നിന്നും ഒരെണ്ണം എടുത്ത് തന്നെ അത് വെട്ടി കുടിച്ച ശേഷം ആ കരിക്ക് ഒരു തോർത്തിലേക്ക് ഇട്ട ശേഷം അത് പൊതിഞ്ഞ് ആ കള്ളനെ മുതുകിന് കുനിച്ചു നിർത്തി ഇടിക്കുകയാണ്. ഇതിന് മുമ്പ് നീ വിശ്വാസിയാണോ, സുവിശേഷത്തിനൊക്കെ പോകാറുണ്ടോ, ആ 10 കൽപ്പനയിൽ 8ാമത്തെ കൽപ്പന എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഓർമ്മയില്ലാന്ന് പറയുകയാണ്. അന്നേരം ഓർമ്മിക്കാനായിട്ട് മരുന്നുണ്ട്, കുഞ്ഞു നിന്നേന്നും പറഞ്ഞ് ആ കരിക്ക് തോർത്തി കെട്ടിയ കരിക്കൊണ്ട് കുറേ ഇടിക്കുകയാണ് ആ കള്ളനെ. ഇത് കണ്ട് ശാരദാമ്മ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് കുറേ നേരം ഇടിച്ച ശേഷം ഓർമ്മ വന്ന്, സാറേ മോഷ്ടിക്കരുത് എന്നല്ലേ എന്നും പറഞ്ഞ് അയാളങ്ങ് നിവർന്ന് നിൽക്കുകയാണ്. അന്നേരം തുള്ളടാന്നും പറഞ്ഞ് അയാളെ നിർത്തി അങ്ങ് തുള്ളിക്കുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ സുനിത വന്ന് ചോദിക്കുന്നുണ്ട്, അയാൾ 14 കരിക്കാണ് മോഷ്ടിച്ചത്, അതിൽ ഒരെണ്ണമാണ് സാറിപ്പോൾ വെട്ടിക്കുടിച്ചത്, ഇനി FIR എങ്ങനെ എഴുതണമെന്ന്. അന്നേരം 13 പിടിച്ചെടുത്തുള്ളൂ എന്ന് എഴുതിയാൽ മതി എന്ന് പെട്ടെന്ന് ഇങ്ങനെ സദയം പറഞ്ഞിട്ട് സെല്ലിനകത്ത് കിടക്കുന്ന ശാരദാമ്മയെ നോക്കിയാണ്. അല്ലെങ്കിൽ വേണ്ട 12 എഴുതിയാൽ മതി, ഇനി ഒരുപാട് പേര് ഇവിടെ നിന്ന് തുള്ളാനുള്ളതാണെന്ന് പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയാണ്. അന്നേരം ശാരദാമ്മ ഒന്ന് പേടിക്കുകയാണ്, ഇനി ഇടി തനിക്കും കിട്ടുമോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അങ്ങനെ പേടിച്ച് ശാരദാമ്മ നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് എപ്പിസോഡ്. ഇനിയിപ്പോൾ വിഷ്ണുവും ശാലിനിയും കൂടി വരുമ്പോൾ അവിടെ എന്ത് രംഗം മാറുമെന്നുള്ളത് അടുത്ത എപ്പിസോഡിലാണ്. ഓക്കെ, താങ്ക് യു.